വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ സർക്കാർ എന്ന് 100-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ എന്ന ഈ വാക്കുകളോടെയാണ് മെയ് 18-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ UDF സർക്കാരിൻ്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കമായത്. ഇന്നത്തേക്കത് 100-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ മേനോൻ പ്രയോഗത്തിലും വന്ദേമാതര ആലാപനത്തിൽ തുടങ്ങിയ രാഷ്ട്രീയ ആരോപണങ്ങളുമായി പ്രതിപക്ഷം ഇപ്പോഴും പിന്നാലെയുണ്ടെങ്കിലും സതീശൻ സർക്കാരിന് തുടക്ക കാലഘട്ടം അത്ര കല്ലുകടി നിറഞ്ഞതായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മധുരമുള്ളത് കൂടിയായിരുന്നുവെന്നും പറയേണ്ടി വരും. മുൻപുള്ള സർക്കാരുകളിലെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തുടക്കത്തിലെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ പ്രഖ്യാപനങ്ങളിലൂടെ വിമർശനങ്ങളെക്കാളും ഉപരി കയ്യടി നേടുക അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ ഇവിടെ ഓപ്പറേഷൻ തൂഫാനും പ്രിയദർശിനിയും ആദ്യ 100 ദിനത്തിൽ UDF സർക്കാരിനെ മാറ്റിക്കൂട്ടിയെന്ന് മാത്രമല്ല, കൃത്യമായ ഏകോപനത്തിലൂടെ ഈ പദ്ധതികളിലൂടെ സർക്കാരിന് വലിയൊരു ജനകീയത കൈവരിക്കാനും സാധിച്ചെന്ന് പറയേണ്ടി വരും. എന്നാൽ മറുവശത്ത് PM ശ്രീ അടക്കമുള്ള വിവാദ വിഷയങ്ങൾ കല്ലുകടിയെ തുടരുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ പിൻബലത്തിൽ 140-ൽ 102 സീറ്റോടെ അധികാരം പിടിച്ച UDFനുള്ള അപ്രമാദിത്വം നിയമസഭയ്ക്കകത്തും പ്രകടമായിരുന്നു. തോൽവിയുടെ ഞെട്ടലിൽ നിന്ന് പൂർണ്ണമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും 10 വർഷം മുൻപ് മറന്നുവെച്ച സമരപരിപാടികളുമായി കളം പിടിക്കാനുള്ള ശ്രമങ്ങൾ CPMൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ CPMൻ്റെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇക്കാലയളവിൽ വളരെ തീവ്രമായി ഉണ്ടായിട്ടുണ്ട് താനും. എന്നാൽ അംഗബലം കൊണ്ടും യുവനേതാക്കളുടെ അഭാവം കൊണ്ടും ക്ഷീണിച്ച പ്രതിപക്ഷ മുന്നണിക്ക് നിയമസഭയിൽ കരുത്ത് കാട്ടാനായിട്ടില്ല എന്നുള്ളതും സത്യമാണ്. ഭരണപക്ഷ ആക്രമണത്തിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ തട്ടിയുണർത്താൻ KN ബാലഗോപാൽ നടത്തിയ ശ്രമങ്ങൾക്കും നിയമസഭയും കേരളവും സാക്ഷിയായതാണ്. ഇപ്പോഴും തുടരുന്ന പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമടക്കം പ്രതിപക്ഷ സ്ഥാനത്ത് ഇടതുമുന്നണി ഇരിക്കാനുള്ളപ്പോൾ കാണാത്ത വിധമുള്ള പടലപ്പിണക്കത്തിലൂടെയാണ് ഇടതുമുന്നണി കടന്നു പോകുന്നത്. മറുഭാഗത്ത് മദ്യനികുതി, കരിമണൽ ഖനനം തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി VM സുധീരൻ മുഖ്യമന്ത്രി V.D. സതീശനെ പരസ്യമായി പഠിപ്പിക്കാനിറങ്ങിയതും കേരളം കണ്ടു. പ്ലീഡർ നിയമനത്തിൽ യൂത്ത് കോൺഗ്രസ് സതീശൻ നേർക്കുനേർ വരുന്ന സാഹചര്യവും ഈ 100 ദിനങ്ങൾക്കുള്ളിൽ കാണാനിടയായി. V.D. സതീശൻ ഭരണസാരഥ്യം വഹിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ 100 ദിനങ്ങൾ പിന്നിടുന്ന വേളയിൽ സതീശൻ സർക്കാരിൻ്റെ പ്രകടനങ്ങളും വെല്ലുവിളികളും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളായ ഓപ്പറേഷൻ തൂഫാനും അതുപോലെ പ്രിയദർശനെയും പറ്റി പറയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും UDF സർക്കാരിൻ്റെ തുടക്കത്തിൽ കത്തിക്കയറിയത് ഒരുപക്ഷെ മുഖ്യനേക്കാളും ഉപരി രമേശ് ചെന്നിത്തല, അതായത് ആഭ്യന്തരമന്ത്രിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അത് നമ്മൾ കണ്ടതുമാണ്. ലഹരി മാഫിയയുടെ വേരർക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാനിലൂടെ ഇതിനകം 10,000-ത്തിലധികം പേർ അകത്തായി. മയക്കുമരുന്ന് നിയന്ത്രണത്തിനായി മുൻ സർക്കാരിൻ്റെ കാലത്തും പദ്ധതികൾ ഉണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ ലഹരി വ്യാപനം എത്രത്തോളം ആഴത്തിലുണ്ടെന്ന് വെളിവാക്കുന്നതായിരുന്നു ഓപ്പറേഷൻ തൂഫാൻ. നിരവധി കുടുംബങ്ങളും ജീവനുകളും തകർത്ത ലഹരിക്കെതിരായ ചെന്നിത്തലയുടെ ഈ പോരാട്ടം ദക്ഷിണേന്ത്യയിലടക്കം വലിയ ശ്രദ്ധ നേടി. മുഖ്യമന്ത്രി V.D. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെട്ടിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ലഹരിയുമായി പിടിയിലായത് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കിയെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങൾക്കും അപ്പുറമുള്ള അറസ്റ്റ് ലഹരിക്കെതിരായ സർക്കാരിൻ്റെ പോരാട്ടത്തിന് കരുത്തേകുന്നതായിരുന്നു. സമാനമായ കേസിൽ DYFA നേതാവ് അകത്തായതോടെ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾക്ക് വീര്യം കുറഞ്ഞു. അതേസമയം കേരളത്തെ പിന്തുടർന്ന് കേന്ദ്ര സർക്കാരും ലഹരി മാഫിയയ്ക്കെതിരെ പോരാട്ടം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് രമേശ് ചെന്നിത്തലയുടെ ശ്രമങ്ങൾക്കുള്ള ദേശീയ അംഗീകാരമായും കാണേണ്ടി വരും. ആദ്യ 100 ദിനത്തിൽ UDF സർക്കാരിൻ്റെ ഹിറ്റായ മറ്റൊരു പ്രധാന പദ്ധതിയാണ് പ്രിയദർശിനി എന്ന പേരിൽ തുടങ്ങിയ KSRTCയിലെ സ്ത്രീ സൗജന്യ യാത്ര. KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ജൂൺ 15 മുതൽ പദ്ധതി നടപ്പിലാക്കിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പിലാക്കിയതിനെതിരെ ആദ്യം വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷം പദ്ധതി ഹിറ്റായതോടെ സ്വകാര്യ ബസ് മേഖലയുടെ ആശങ്കകൾ ഉയർത്തിക്കാട്ടി പ്രതിഷേധവുമായി രംഗത്തെത്തി. എല്ലാവർക്കും സൗജന്യം നൽകാതെ അർഹതപ്പെട്ടവർക്ക് മാത്രമാക്കി പദ്ധതിയിൽ പുനർചിന്ത വേണമെന്ന അഭിപ്രായവും UDFിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവരെ അപമാനിക്കുന്ന രീതിയിൽ ഗതാഗത മന്ത്രി നടത്തിയ പ്രസ്താവന പദ്ധതിക്ക് കളങ്കം സൃഷ്ടിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്രയ്ക്കൊപ്പം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാ വർക്കർമാരുടെ വേതനത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി സർക്കാർ കയ്യടി നേടിയതുമാണ്. ഭരണത്തിലേറിയത് മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷനും കൃത്യമായി തന്നെ സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓണം മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തി സപ്ലൈകോ, മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാനായതും സർക്കാരിന് നേട്ടമായി. മാത്രമല്ല, മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് സപ്ലൈകോയിലും മാവേലി അടക്കമുള്ള സർക്കാർ വിപണികളിലും വലിയ കുതിച്ചുചാട്ടമാണ് ഈ കാലഘട്ടത്തിൽ കാണാനുമായത്.
പതിവിൽ നിന്ന് വിപരീതമായി കുറി KSRTC ജീവനക്കാർക്ക് കുടിശ്ശിക അടക്കം ശമ്പള വിതരണം കൃത്യമായി എത്തിച്ചു നൽകുവാനും സർക്കാരിന് സാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം KSRTCയിലെ ബസ് വാഷിംഗ് ജീവനക്കാർക്കും മുൻകാലങ്ങളിൽ തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയോ ചെയ്തവർക്കും ഇതിനോടകം ഉത്സവ ഭത്തയടക്കം അനുവദിച്ചു. ഇതിനു പുറമെ സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിച്ചതും സർക്കാരിൻ്റെ പ്രധാന നേട്ടമാണ്. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ എന്നിവരുടെ വേതനം 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. കിടപ്പ് രോഗികൾക്കും ക്യാൻസർ, ഓട്ടിസം രോഗികൾക്കും നൽകുന്ന ആശ്വാസ കിരണം 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി ഉയർത്തി. നെൽകർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കാൻ പണം അനുവദിച്ചതും റബ്ബർ താങ്ങുവില 200 രൂപയിൽ നിന്ന് 250 ഉയർത്താനായതും UDF സർക്കാർ നേട്ടങ്ങളായി കാണുന്നു. ഇനി എന്തെല്ലാമായിരുന്നു സർക്കാർ നേരിട്ട പ്രധാന വെല്ലുവിളികളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അധികാരമേറ്റ് 2ാം ദിനത്തിലാണ് UDF സർക്കാരിന് മുന്നിൽ ആദ്യ വെല്ലുവിളി എത്തുന്നത്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ വാഴക്കുളം വില്ലേജിൽ മലയിടം തുരുത്ത് കരയിലുള്ള തർക്കഭൂമിയായ പാരിയത്തുകാവ് സുപ്രീം കോടതി വിധിപ്രകാരം ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമം നടത്തി. ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാനുള്ള ശ്രമം കുടുംബങ്ങൾ ശക്തമായി തടഞ്ഞു. സംഘർഷം ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് പോലീസ് നടപടി നിർത്തിവെപ്പിച്ചു. പിന്നാലെ സമരം CPM ഏറ്റെടുത്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ സ്ഥലത്തേക്കെത്തി. എന്നാൽ 58 വർഷമായി തുടരുന്ന പ്രശ്നത്തിന് പരിഹാരം കോടതിക്ക് പുറത്ത് കാണുവാനായി സർക്കാർ കണ്ടെത്തിയത് മന്ത്രി റോജി M ജോണിനെയായിരുന്നു. സർക്കാർ എന്തായാലും ആ കാര്യത്തിലും അതിൻ്റെ വെല്ലുവിളികളൊക്കെ നിറഞ്ഞ ആ നീണ്ട കാലം ഈ ഒരു തർക്കമെല്ലാം പരിഹരിച്ചതിലൂടെ സർക്കാരിന് ആ ഒരു വിഷയവും ആ ഒരു പ്രതിസന്ധിയും ഒരു പെൺതൊഴിലാക്കി മാറ്റാൻ പാരിയത്തുകാവിലൂടെ സാധിച്ചുവെന്ന് പറയേണ്ടി വരും. പ്രതിസന്ധികളെ പറ്റി പറയുമ്പോൾ പല തവണയായി മുൻ നിലപാടുകൾ അല്ലെങ്കിൽ U-turn അടിക്കുന്ന മുഖ്യമന്ത്രി എന്നൊരു പട്ടം പ്രതിപക്ഷം VD സതീശന് ചാർത്ത് നൽകിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന ചില നിലപാട് മാറ്റങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചുവെന്നതും സത്യം തന്നെയാണ്. മുൻ UDF സർക്കാരിൻ്റെ കാലത്തെ സ്വജനപക്ഷപാതത്തിനെതിരെ നിരന്തരം പ്രചാരണം നടത്തി അധികാരത്തിലേറിയ UDF മന്ത്രി സണ്ണി ജോസഫിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ ബെന്നി തോമസിനെ നിയമിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. പ്രതിഷേധം കനത്തതോടെ ഈ നിയമനം UDF സർക്കാരിന് ആദ്യ U-ടേണിന് കാരണമായി. ബെന്നി തോമസ് രാജിവെച്ചു. ദിവസങ്ങൾക്ക് ശേഷം ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിൽ സംശയത്തിന് നിഴലുള്ള ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഹാജരായിരുന്ന പ്രമുഖ അഭിഭാഷകനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പീഡറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കേണ്ടി വന്നതാണ് UDF സർക്കാരിനേറ്റ മറ്റൊരു തിരിച്ചടി. LDF സർക്കാരിന് U-turn അടിക്കേണ്ടി വന്ന PM ശ്രീ പദ്ധതിയാണ് ഇക്കാലയളവിൽ UDFന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ചത്. കേന്ദ്ര ഫണ്ട് സംസ്ഥാനത്തിന് ലഭ്യമാകണം എന്നുള്ള പേരിലാണ് 2025-ൽ LDF സർക്കാർ മുന്നണിയിലെ എതിർപ്പുകളെല്ലാം മറികടന്ന് കേന്ദ്രവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പ്രതിപക്ഷത്തിൻ്റെയും മുന്നണിക്കുള്ളിലെയും പാർട്ടികളുടെ എതിർപ്പുകളെ തുടർന്ന് പിന്നീട് ഈ കരാർ റദ്ദാക്കണമെന്ന് LDF സർക്കാർ തന്നെ കേന്ദ്രത്തിന് കത്തയച്ചു. എന്നാൽ കരാർ നിലനിൽക്കുന്നുണ്ടെന്ന വാദമാണ് പിന്നീട് UDF ഉയർത്തിയത്. കേന്ദ്ര ഫണ്ട് ലഭ്യമാകുന്നതിനുള്ള തടസ്സം തന്നെയാണ് കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതിൽ നിന്ന് UDFനെയും അകറ്റിയത്. എന്നാൽ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ UDF ശ്രമിച്ചെങ്കിലും എത്ര കാലം ഈ ഒളിച്ചുകളി തുടരാനാകുമെന്നതും ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ്. കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന് കേന്ദ്രം പാർലമെന്റിൽ വ്യക്തമാക്കിയതോടെ UDF സർക്കാരിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പൊളിഞ്ഞു വീണു. വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടും UDF സമാനമായ വെല്ലുവിളി നേരിടുന്നുണ്ട്. വൈദ്യുതി പ്രതിസന്ധിയാണ് UDF സർക്കാരിനെ തുടക്കത്തിലേക്ക് കുഴക്കിയ മറ്റൊരു പ്രതിസന്ധി. ഉയർന്ന ഉപഭോഗവും എൽ നിനോ പ്രതിഭാസവും മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നതോടെ സർക്കാർ വൈദ്യുതി നിയന്ത്രണത്തിന് നിർബന്ധിതരായി. 10 വർഷം പവർ കട്ടില്ലാതിരുന്ന സംസ്ഥാനത്ത് UDF അധികാരത്തിലേറിയതോടെ അത് തിരിച്ചെത്തിയെന്നത് ആരോപിച്ച് പ്രതിപക്ഷം കൂടി രംഗത്തെത്തിയതോടെ സർക്കാർ വലിയ പ്രതിരോധത്തിലായി. എന്നാൽ മഴ തുണയ്ക്കെത്തിയതോടെ പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം സർക്കാർ രക്ഷപ്പെട്ടുവെന്ന് പറയേണ്ടി വരും. ഡാമുകളിൽ മുൻവർഷങ്ങളിലേതുപോലെ വെള്ളമെത്താത്തതും പ്രതിസന്ധിയായി തുടരുകയാണ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും വൻവിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള നീക്കത്തിലുമാണ് KSEB. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ പൊളിച്ചെടുത്തുകൾ പ്രഖ്യാപിച്ച് മുരളീധരൻ മുന്നേറുന്നുണ്ടെങ്കിലും ആശുപത്രിയിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട നടത്തിയ ആ ഒരു പ്രസ്താവന വലിയ രീതിയിൽ സർക്കാരിനെ തന്നെ തിരിഞ്ഞുകുത്തി. ആശുപത്രികളിൽ DYFA പൊതിച്ചോറ് വിതരണം മാതൃകാപരമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ ഈ ക്ഷീണം മാറ്റി. മുരളീധരന്റെ പ്രസ്താവനയിൽ നിന്ന് U-turn അടിക്കേണ്ടുകയും വന്നു. അതുപോലെ തന്നെ ഇടത് സർക്കാരിൻ്റെ കാലത്ത് വൻ ജനകീയ പ്രതിഷേധത്തിന് വഴിവെച്ച സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതി റദ്ദാക്കിയത് UDF സർക്കാരിൻ്റെ തുടക്കകാലത്തെ സുപ്രധാന തീരുമാനങ്ങളിലൊന്നാണ്. അധികാരമേറ്റ് 2ാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ നിർണായകമായി തീരുമാനമെടുത്തതും. സിൽവർ ലൈൻ റദ്ദാക്കിയത് കൂടാതെ മുൻ സർക്കാരിൻ്റെ പ്രധാന പദ്ധതികൾ പലതും പൊളിച്ചുപണിയാനുള്ള തീരുമാനത്തിലാണ് സതീശൻ സർക്കാർ നിലവിലുള്ളത്. ഇടത് സർക്കാർ നടപ്പിലാക്കിയ ലൈഫ് മിഷൻ പദ്ധതിയാണ് അതിലേറ്റവും പ്രധാനം.
ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഭവന പദ്ധതി നടപ്പാക്കുന്നതാണ് കൂടുതൽ ഗുണമെന്നാണ് ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ. പട്ടികവർഗം, പട്ടികജാതി, മത്സ്യത്തൊഴിലാളി ഈ മേഖലകൾക്കുള്ള പദ്ധതി ലൈഫിൽ നിന്ന് വേർപെടുത്താനുള്ള രൂപരേഖയും ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മറ്റൊരു പൊളിച്ചുപണിയൽ. തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് പെൻഷൻ വിതരണം മാറ്റിസ്ഥാപിക്കാനാണ് സർക്കാർ നീക്കം. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സംഘങ്ങളെ ഒഴിവാക്കാനുള്ള ധനവകുപ്പ് തീരുമാനത്തിൽ ആശങ്കയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സഹകരണ മന്ത്രി എം ലിജു രംഗത്തെത്തിയത് തീരുമാനത്തിൽ UDF-നുള്ളിലെ ഭിന്നതയുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി കുറച്ചതും സർക്കാരിന് ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കിടയിൽ ആ മതിപ്പ് കുറയാൻ കാരണമായെന്ന് പറയേണ്ടി വരും. മുന്നണിയും സർക്കാർ നേരിടുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ നേരിടുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. കോൺഗ്രസിനുള്ളിലെ ചരടുവലികൾക്കൊടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെങ്കിലും ഭൂരിപക്ഷം പാർട്ടി MLA-മാർക്കും ഇപ്പോഴും കൂറ് KC വേണുഗോപാലിനോട് തന്നെയാണ്. പല പാർട്ടി പരിപാടികളിലും MLA-മാർ ഇത് പരസ്യമായി പ്രകടമാക്കുകയും ചെയ്തു. സതീശന് നേരെ പ്രതിപക്ഷം വ്യക്തിപരമായി നടത്തുന്ന വിമർശനങ്ങളും ഈ ഭിന്നത മുന്നിൽ കണ്ടു തന്നെയാണ്. തനിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ താൻ മാത്രമേ ഉള്ളൂവെന്ന തിരിച്ചറിവ് സതീശനും ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയായതിനു പിന്നാലെ സണ്ണി ജോസഫ് സ്ഥാനമൊഴിയാൻ സന്നദ്ധത അറിയിച്ച് 3 മാസം കഴിഞ്ഞിട്ടും പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല. പാർട്ടിയുമായുള്ള സർക്കാരിൻ്റെ ഏകോപനത്തിനും ഇത് തടസ്സമാകുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഘടകകക്ഷികളുടെ പിന്തുണ സതീശൻ ഇപ്പോഴും വലിയ കരുത്തായി മാറുന്നുമുണ്ട്. എന്തായാലും ആദ്യ 100 ദിനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹണിമൂൺ കാലയളവ് ഇതിനോടകം കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് യഥാർത്ഥ പ്രതിസന്ധികളും കല്ലുകടികളും മറന്നേക്കി പുറത്തു വരാൻ പോകുന്നത്. അതിനെയെല്ലാം മറികടക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.